കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിക്കാൻ തീരുമാനിച്ചത് ഈ സർക്കാരിന്റെ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ്. അതിനുവേണ്ട ഉപദേശങ്ങൾ നൽകിയതും കരുക്കൾ നീക്കിയതും ആരാ? ജോസ് കെ മാണിയും മാണി ഗ്രൂപ്പുമാണ്. അതിന്റെ ഉത്തരവാദിത്വമെങ്കിലും മാണി സി കാപ്പൻ അവർക്ക് കൊടുക്കണം. അതിന്റെ വാലെ പിടിച്ച് എട്ടുകാലി മമ്മൂ ഞാവല്ലേ കാപ്പ. കന്യാസ്ത്രീകൾ ഏതോ അന്യഗ്രഹ ജീവികളാണെന്ന പരിഗണനയാണ് പലപ്പോഴും നമ്മൾ അവർക്ക് ചാർത്തി കൊടുത്തിട്ടുള്ളത്. എല്ലാം പരിത്യജിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയായി സേവനത്തിന് ഇറങ്ങിയിരിക്കുന്നവരാണെന്ന് കരുതി അവരെ പൊതുമണ്ഡലത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് അത്ര ശരിയല്ല. 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പെൻഷൻ നൽകുന്ന ഈ സംസ്ഥാനത്ത് കന്യാസ്ത്രീകളെ സ്ത്രീകളായി പോലും കാണുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് അവരെ മനുഷ്യരായി കണ്ട് അവർക്കും പെൻഷൻ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പിണറായി സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാലാകാലങ്ങളിൽ ഇത് ചൂണ്ടിക്കാണിക്കേണ്ടവരാരും ചൂണ്ടിക്കാണിച്ചില്ലെന്ന കുറവ് പരിഗണിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ കേരള കോൺഗ്രസ് അത് ചൂണ്ടിക്കാണിക്കുകയും സർക്കാർ അതിൻ്റെതായ ഗൗരവത്തിൽ അത് ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായി അതിനെ കാണുവാൻ സാധിക്കും. ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരണയും വ്രതമായി എടുത്ത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടി സേവനത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് പലപ്പോഴും അവഗണനയാണ് സമൂഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. സഭയ്ക്കുള്ളിലെ ഏതെങ്കിലും പുഴുക്കൊത്തുകൾ നടത്തുന്ന തോന്നിവാസത്തിന്റെ ചീത്തപ്പേര് മുഴുവൻ കേൾക്കുന്നത് നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഭൂരിപക്ഷം വരുന്ന കന്യാസ്ത്രീകളാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ കന്യാസ്ത്രീകൾ ചെയ്തിട്ടുള്ള സംഭാവനകൾ ചെറുതായി കാണരുത്. 100% സാക്ഷരതയിൽ അല്ലെങ്കിൽ സമ്പൂർണ്ണ സാക്ഷരതയിൽ കേരളം എത്തി നിൽക്കുന്നതിന്റെ മൂലകാരണം ഇവിടുത്തെ വൈദികരും കന്യാസ്ത്രീകളും തന്നെയാണ്. 1800കളിൽ തന്നെ പള്ളിക്കൊപ്പം പള്ളിക്കുടം എന്ന മുദ്രാവാക്യവുമായി വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു വന്ന ചാവറ പിതാവിനെയും പരിമല കൊച്ചു തിരുമേനിയെയും മറക്കാൻ കഴിയില്ല. മരണാനന്തര ബഹുമതിയായിട്ടാണെങ്കിൽ പോലും ഇവർക്കൊക്കെ ഭാരതരത്നം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു. ലോകത്ത് തന്നെ ഒരുപക്ഷെ ആദ്യമായി ഉച്ചക്കഞ്ഞി ആരംഭിച്ചത് ചാവറയച്ചന്റെ ഭവന സംബന്ധമായ പ്രവൃത്തികളുടെ ഒരു ഉദാഹരണം മാത്രമാണ്. അതും സർക്കാരിന്റെ കാശ് മടക്കോടുകൂടിയല്ല അന്ന് ഉച്ചക്കഞ്ഞി കൊടുത്തത്. അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പിടിയേരി എന്ന സംവിധാനം കത്തോലിക്ക സഭയിൽ ആരംഭിക്കുകയും അത് വ്യാപകമായ നിലയിൽ നടപ്പാക്കാൻ സാധിക്കുകയും ചെയ്തു എന്നതിന് കാര്യമായി ആരും കരുതരുത്. കന്യാസ്ത്രീകൾക്ക് മാത്രമല്ല 60 വയസ്സ് കഴിഞ്ഞ പുരോഹിതർക്കും പെൻഷൻ അനുവദിക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ആ ഒരു സമൂഹം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ചെലുത്തിയ സ്വാധീനം ചെറുതൊന്നുമല്ല. ആതുര സേവന രംഗത്തും ഇന്ന് കാണുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളൊന്നും ഇല്ലാതിരുന്നൊരു കാലം. കേവലം ഒരു കുടിസുമുറിയിൽ നഴ്സിംഗ് പാസ്സായ 2 കന്യാസ്ത്രീകളും ഒരു ഡോക്ടറും ഇരുന്ന നാട്ടിലുള്ള മുഴുവൻ പേർക്കും ജാതിയോ മതമോ ചോദിക്കാതെ പേരോ നാളോ ചോദിക്കാതെ ആതുര ശുശ്രൂഷകൾ ചെയ്ത് എത്ര പേരെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളത് അവരാരും കണക്ക് സൂക്ഷിച്ചിട്ടില്ല. ഇവർക്ക് പെൻഷൻ അനുവദിക്കുമ്പോൾ ചിലരെങ്കിലും ചോദിച്ചേക്കാം, സ്കൂളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്ന അതിന്റെ പെൻഷൻ വാങ്ങുന്ന കന്യാസ്ത്രീകൾക്ക് ഇനി എന്തിനാ വേറെ പെൻഷൻ എന്ന്. ഈ വിഷയത്തെപ്പറ്റി ധാരണയില്ലാത്തവരാണ് അങ്ങനെ പറയുന്നത്. ആകെയുള്ള കന്യാസ്ത്രീമാരിൽ 1-2% കന്യാസ്ത്രീകൾക്ക് മാത്രമേ ഈ വക സർക്കാർ പെൻഷനുകളുള്ളൂ. കേരളത്തിലെ മുഴുവൻ കന്യാസ്ത്രീകളും സ്കൂൾ അധ്യാപകരല്ലെന്ന ബോധ്യം വിമർശകർക്കുണ്ടാകണം. മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന അടിസ്ഥാന രേഖകൾ പോലുമില്ലാത്ത സ്ത്രീകൾക്കും ഇത് ബാധകമാണ്. ഇത് കന്യാസ്ത്രീകളുടെ സ്ഥാപനങ്ങൾ മാത്രമല്ല, എല്ലാ മതസ്ഥാപനങ്ങളും നടത്തുന്ന, എല്ലാ സംഘടനകളും നടത്തുന്ന അനാഥ മന്ദിരങ്ങളും ഇതിലുൾപ്പെടും. അലഞ്ഞു തിരിഞ്ഞ് നടന്നവരും മേലുവിലാസം ഇല്ലാത്തവരും ഉൾപ്പെടെ രേഖകളില്ലാത്ത മുഴുവൻ പേർക്കും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അനുവദിക്കുന്ന ഒരു പദ്ധതിയാണിത്. റേഷൻ കാർഡുകൾ പോലുള്ള അടിസ്ഥാന രേഖകൾ കൈവശമില്ലാത്ത ശരണാലയത്തിൽ അഭയം പ്രാപിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. കന്യാസ്ത്രീകളെ മാത്രം മുന്നം വെച്ചുള്ള ഒരു പ്രഖ്യാപനമല്ലിത്. ഏതായാലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ശക്തമായ ചുവടുറപ്പിച്ച് ആ മേഖല കീഴടക്കി സർവർക്കും വിദ്യാഭ്യാസവും മരുന്നും നൽകിയ മുഴുവൻ ക്രിസ്ത്യൻ മിഷണറിമാർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.